നമസ്കാരം. വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് CBSE 10ാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സിലെ ഒരു പ്രധാന കാര്യമാണ്. മറ്റൊന്നുമല്ല, ഈ കാണുന്നതാണ് CBSEയിലെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് കണക്ഷൻ എന്ന ഒരു ഭാഗത്തെ കുറിച്ച്. അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ സീരീസ് കണക്ഷൻ എന്നുള്ളത് ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കാം. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് റെസിസ്റ്റർ 1, റെസിസ്റ്റർ 2, റെസിസ്റ്റർ 3. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഘടിപ്പിക്കുന്നത്. ഇതിനെ ഒരു സെല്ലുമായി ഘടിപ്പിക്കുന്നു, അങ്ങനെ ഒരു കീയുമായി ഘടിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ R1 റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2, റെസിസ്റ്റൻസ് 3 എന്ന് കൊടുക്കാം. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ലഭിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടത്തെ ഇതിനെ ജനറൽ ആയിട്ട് R എന്നും നമുക്ക് എഴുതാം. ഇത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇതിൽ ഞാൻ പ്രധാനമായിട്ടും പറയാറുള്ളത്, നമ്മൾ കുട്ടികളെ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു SI ആവാനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് SIയുടെ ആ ഒരു ഫുൾ ഫോം സബ് ഇൻസ്പെക്ടർ എന്താണല്ലോ, അതിനെ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. SI സീരീസ് കണക്ഷനിൽ എപ്പോഴും എല്ലാ റെസിസ്റ്ററിലും SIകളാണ്. ദാറ്റ് മീൻസ് the current in every resistance is same. അതാണ് അതിലത്തെ തന്ത്രപരമായിട്ടുള്ള കാര്യം. The current in every resistance is same and the voltage is different. സെയിം ഉള്ളത് മാത്രമാണ് നമ്മൾ എഴുതുന്നുള്ളൂ. That means ഇവിടത്തെ കറണ്ട് I തന്നെ, ഇവിടത്തെ കറണ്ട് I തന്നെ, ഇവിടത്തെ കറണ്ട് I തന്നെ, ഇവിടത്തെ കറണ്ട് I തന്നെ. ഓക്കെ. ഇനി ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ I ആണ് കോമൺ എന്ന് ഉള്ളത് കൊണ്ട് ഓംസ് ലോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ V/I = R എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഓംസ് ലോയിൽ നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത് I ആണ് നമുക്ക് ഇവിടെ കോമൺ ആയതുകൊണ്ട് നമ്മൾ V യുടെ ഫോമിലേക്ക് എടുക്കുക. അപ്പൊ V = എന്താണ്? I × R എന്ന ഫോമാണ്. V = I × R എന്നാണ് നമുക്കറിയാം. ഇത് കുത്തി പിടിക്കുമ്പോൾ V = I × R. സോ ഈ റെസിസ്റ്റൻസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആണ്, ഇവിടുത്തെ വോൾട്ടേജ് V2 ആണ്, ഇവിടുത്തെ വോൾട്ടേജ് V3 ആണ്. സോ വോൾട്ടേജുകളെല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ വോൾട്ടേജിന് ഞാൻ V എന്ന് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് വോൾട്ടേജിന്റെ രൂപത്തിലേക്ക് എഴുതുകയാണെങ്കിൽ എഫക്റ്റീവ് വോൾട്ടേജ് V, ഇവിടെയുള്ള എഫക്റ്റീവ് വോൾട്ടേജ് ഇവിടത്തെ ലഭിക്കണമെങ്കിൽ V1 + V2 + V3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ഞാൻ V1 ന്റെ സ്ഥാനത്ത് എന്ത് എഴുതാന്ന് അറിയാമോ? V1 ന്റെ സ്ഥാനത്ത് V1 = I × R1. അതാണ് ഈ റെസിസ്റ്റൻസിലെ വോൾട്ടേജ്. ഇവിടത്തെ വോൾട്ടേജ് സെക്കൻഡ് വൺ V2 = I × R2 and V3 = I × R3. So V is equal to V1 + V2 + V3, and here the effective voltage V is equal to I × R. So I wrote all voltage from here, and here, and combined form equation. In this equation I apply this as V as I × R and V1 as I × R1 plus and V2 as I × R2 and V3 as I × R3. Here this I is common. Since this I is common, I put I outside. Currently പുറത്തെടുത്തു. I put this I outside and wrote in this manner I R1 + R2 + R3 plus R3 and I × R. Here this I move this I to this side. So R is equal to I × R1 + R2 + R3 whole divided by I, and this I cancels, and the effective resistance of the series connection Rs is equal to R1 + R2 + R3, and the unit of resistance is ohm. So this is the effective resistance of three resistors which are being connected in series. So this will be easy for you. ഇത് നമുക്ക് എളുപ്പമായിരിക്കും ഈ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇതിൽ SI എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സീരീസ് കണക്ഷനിൽ ഏറ്റവും എല്ലാ റെസിസ്റ്ററുകളിലും തുല്യമാവുന്നത് കറണ്ട് ആണെന്നുള്ള ആശയം മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ തുടർ വീഡിയോകൾ ഞാൻ ചെയ്യും.
ഇതിന്റെ കണക്കുകൾ നമുക്ക് പരീക്ഷയ്ക്ക് വരും, അതുകൊണ്ട് കണക്കുകൾ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു നല്ല ദിനം വരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.